ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 59. നമ്മളിന്ന് പവമാന പർവ്വത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇത് പവമാന പർവ്വത്തിലെ അവസാന ഖണ്ഡമാണ്. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത ആരണ്യക പർവ്വമാണ്. അപ്പോൾ അതിലെ മന്ത്രങ്ങളും സോമത്തെപ്പറ്റി തന്നെയാണ്. സാമവേദം എന്ന് പറയുമ്പോൾ സോമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോമം എന്ന് പറയുമ്പോൾ ഇൻപുട്ടാണ്. ഏതൊന്നും ഉണ്ടാകുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തു, ശുദ്ധമായ അടിസ്ഥാന വസ്തു, അതിനാണ് സോമം എന്ന് പറയുന്നത്. അപ്പം സത്ത എന്ന അർത്ഥത്തിൽ മരുന്നിൻ്റെ സത്ത, ചെടികളിൽ നിന്നെടുക്കുന്ന നീരെടുത്തിട്ട് അതിൻ്റെ സത്ത എടുക്കുന്ന നീര്, അത് സോമം എന്ന് പറയും. മദ്യൻ്റെ സത്തയാണ്, അതിന് സോമം എന്ന് പറയും. ചോറിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം, അതിന് സോമം എന്ന് പറയാം. ഇൻപുട്ട് എന്ന നിലയിൽ എടുത്താൽ മതി. ആധുനിക സയൻസിൽ ഇൻപുട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിന് ഇൻപുട്ടുകൾക്കാണ് സോമം എന്ന് പറയുന്നത്. അത് ശുദ്ധമായ, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ, അതായത് ഏറ്റവും ശുദ്ധമായ രൂപമാണ്. അപ്പം 577 മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ സോമത്തോട് പറയുകയാണ്, നീ മധുരമൂറുന്ന തരത്തിൽ, അതായത് ഏറ്റവും ശുദ്ധമായതിനാണ് മധുരമൂറുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്ന അർത്ഥത്തിലെടുക്കണം. അപ്പം സോമം ശുദ്ധീകരിച്ചെടുക്കുന്ന തരത്തിൽ നീ മതകരമായി പരിശുദ്ധമാവുക. മതം ജനിപ്പിക്കുന്ന തരത്തിൽ, അതായത് ശുദ്ധമായ സാധനമാണ് നമ്മൾ ഏത് കർമ്മത്തിനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് മതകാരിയാണ്. അതായത് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ വസ്തുവിനെ എടുത്തിരിക്കുന്നത് അത് ശുദ്ധമായ നിലയിൽ മാറും. ഉദാഹരണമായിട്ട് ചോറ്, നമുക്കിപ്പോൾ ചോറ് വേണമെന്ന് വെച്ചാൽ നല്ല അരി എടുത്തു കഴിഞ്ഞാൽ, നല്ലോണം വൃത്തിയായി കഴുകി നല്ല അരി എടുത്തു കഴിഞ്ഞാൽ നല്ല ചോറ് കിട്ടും. ആ തരത്തിൽ അപ്പം മധുരമൂറുന്നതും മതകാരിയുമായ പരിശുദ്ധനായി മാറുക നീ. ആർക്ക് വേണ്ടിയിട്ട്? പൂജനീയനായ ദീപ്തി നിറഞ്ഞവനുമായ ഇന്ദ്രന് വേണ്ടിയിട്ട്. നമ്മളിത് ആർക്കാണ് കൊടുക്കുന്നത്? ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇന്ദ്രൻ ആരാണ്? നമ്മൾ ഏത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി അതിൻ്റെ അകത്തുണ്ട്. അതാണ് അതിനെയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് പുതിയ വസ്തുവായി മാറ്റുന്നത്. എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഒരാൾ വേണം. ഇപ്പം ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ടി ഒരാളുണ്ടെങ്കിലല്ലേ ആ സാധനങ്ങളെല്ലാം അതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അരിയും വെള്ളമെല്ലാം ഇട്ടിട്ട് പാത്രത്തിലിട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി വന്നിട്ടാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് ചോറാക്കുന്നത്. അതാണ് ഇന്ദ്രൻ. അപ്പം നമ്മൾ കൊടുക്കുന്നത് ഏത് കർമ്മത്തിനും അതിനെ ഏകോപിപ്പിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശക്തി വിശേഷമാണ്. അതാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു മേസ്ത്രിമാരിയായി കാണും ആ ശക്തിയെ. ഉദാഹരണമായിട്ട് ഒരു വീടുണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ആർക്കാണ് കൊടുക്കുക? മേസ്ത്രിക്കാണ് കൊടുക്കുക. അതാണ് ഇൻപുട്ട്. മേസ്ത്രി നമുക്ക് എന്താ തരുക? വീടാണ് തരുക. അതാണ് ഔട്ട്പുട്ട്. അതുമാതിരി ഇന്ദ്രനാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത്. അവിടെ മേസ്ത്രിയായിരിക്കുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ടാക്കിയിട്ട് മാറ്റിത്തരുന്നത്. ഇനി 578 എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ അന്നത്തിൻ്റെ നാഥനാണ് സോമൻ എന്ന് പറയുകയാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. അന്നത്തിൻ്റെ നാഥൻ, ഔട്ട്പുട്ടിൻ്റെ നാഥൻ. ഒരു ചോറ് വെക്കുമ്പോൾ അന്നം ഏതാണ്? ചോറാണ്. ചോറിൻ്റെ നാഥൻ ആരാണ്? കൊടുക്കുന്ന അരിയും വെള്ളവും എല്ലാം. അരിയാണെന്ന് പറയാം പ്രധാനം, വെള്ളവും. അപ്പം അന്നത്തിൻ്റെ നാഥനും സ്തുതിക്കുവാൻ യോഗ്യനും. ഇവിടെ സ്തുതിക്കാൻ ആരെയാണ് സ്തുതിക്കേണ്ടത്? അരിയാണ് സ്തുതിക്കേണ്ടത്. നല്ല അരിയാണെങ്കിൽ നല്ല ചോറ് കിട്ടും. തല്ലിപ്പൊളി അരിയാണെങ്കിൽ അതുമാതിരി ഇരിക്കും. അപ്പം നല്ല സ്തുതിക്ക് അർഹിക്കുന്നത് ആരാണ്? ഇൻപുട്ടിനാണ്. ഇൻപുട്ടിനെയാണ് സ്തുതിക്കേണ്ടത്. ഏറ്റവും ശുദ്ധമായ നല്ല ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നല്ല ഔട്ട്പുട്ട്. അപ്പം സ്തുതിക്ക് യോഗ്യനും അവനാണ് ദേവന്മാരെ പ്രാപിക്കുന്നത്. ആ ഏത് ദേവന്മാരെയാണ് അരി പ്രാപിക്കുന്നത്? ചോറ് വെക്കുമ്പോൾ അഗ്നി ദേവനുണ്ട്, ജലദേവനുണ്ട്. ആ അഗ്നിയെയും ജലത്തെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അരി എന്താകുന്നത്? ചോറായിട്ട് മാറുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് അർപ്പിക്കണം? സ്തുതി അർപ്പിക്കണം. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, അല്ലെങ്കിൽ പാചകവിധി, അല്ലെങ്കിൽ സയൻസ് തത്വം. നമ്മൾ സയൻസ് തത്വത്തിലൂടെ അത് ചെയ്യണം. നമ്മൾ സയൻസിലോട്ട് വേണം, അല്ലെങ്കിൽ പാചകവിധി അനുസരിച്ച് വേണം ചോറ് ഉണ്ടാക്കാൻ. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറേ കല്ല് വാരി ഇട്ട് കഴിഞ്ഞാൽ ചോറാവുമോ? ഇല്ല. അത് അരി തന്നെ ഇടണം. അരി എങ്ങനെ ഇടണം? അത് അരിയുടെ ഇതൊന്നും കളയാതെ ഇട്ട് കഴിഞ്ഞാൽ നെല്ലായിട്ടിട്ടാലോ? ആവില്ല. അതിനെ അതേപോലെയെല്ലാം ശുദ്ധമാക്കിയിട്ട് കൊടുക്കണം. അതിനാണ് പാചകവിധി, അല്ലെങ്കിൽ സ്തുതികൾ, ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾക്ക് നേരെ അന്നമായിട്ട് പ്രത്യക്ഷപ്പെടും. ഈ കൊടുത്ത വസ്തു നമുക്ക് അന്ന പ്രൊഡക്റ്റായിട്ട് പ്രത്യക്ഷപ്പെടും. ഈ കൊടുക്കുന്ന സോമം, അരി നമുക്ക് ചോറായിട്ട് പ്രത്യക്ഷപ്പെടും. ആ സോമം തന്നെയാണ് അന്തരീക്ഷത്തിൽ മേഘത്തെ പ്രേരിപ്പിക്കുന്നത്. ഏതിൽ? സോമയാഗത്തിൽ. നമ്മൾ കൃത്രിമമായി മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ ചില നീരുകളെല്ലാം ഒറ്റിച്ചിട്ട് ആകാശത്തിലേക്ക് അയക്കുമ്പോൾ അത് അയനൈസ്ഡ് ഫോമിലാണ്. അത് വേറിട്ട് നിൽക്കുന്ന മേഘങ്ങളെ കൂടിച്ചേർത്തിട്ട് മഴ പെയ്യുവാൻ സഹായിക്കും. ഇനി 579. ഇനി എല്ലാ സോമയാഗത്തിലേക്ക് അർപ്പിക്കുന്ന ഈ അഗ്നിയെ, സോമത്തെ സ്തുതിക്കുകയാണ്. അത് ഏത് രൂപത്തിലായിരിക്കണമെന്ന് പറയുകയാണ്. അശ്വത്തെ പോലെ ചലിക്കാൻ ശക്തിയുള്ളത്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരശക്തി. ചലിക്കാൻ കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ സോമം അഗ്നിയിലേക്ക് ഒഴിക്കുമ്പോൾ അഗ്നിയുടെ ഊർജം ഉപയോഗിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്? ഉയരുന്നത്. അതുമാത്രമല്ല, മുകളിൽ നിന്നുള്ള ആകർഷണവുമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബലം കുറയുന്നുണ്ട്. ബലം കുറയുമ്പോൾ അത് ഉയരും ചൂട്ടിലിട്ട് കഴിഞ്ഞാൽ. അപ്പം അശ്വത്തെ പോലെ ചലിക്കാൻ ശക്തിയുള്ളതും സ്തുതി നിറഞ്ഞവനാണ്. സ്തുതിയോടുകൂടിയാണ്. നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുന്നത്. ശരിയായ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സോമയാഗം നടത്തണം. ഇല്ലെങ്കിൽ മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല. ഇത് അവിടെ മുകളിൽ പോയിട്ട് മഴയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അയക്കുന്നത് അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ജലപ്രേരകനാണ്. ജലത്തെ പ്രേരിപ്പിക്കും. അന്തരീക്ഷത്തിലുള്ള ജലത്തെ പ്രേരിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? മഴയായി പെയ്യാനാണ്. അതിനുള്ള തേജസ് അത് ഉൾക്കൊള്ളുന്നു. ആ മഴയായി പ്രേരിക്കാനുള്ള തേജസ് അതിനുണ്ട്. അത് ജലം ചേർന്നവനുമാണ്. ജലത്തോട് ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതിനെ പീഞ്ഞെടുത്തിട്ട് അഗ്നിയിലേക്ക് ഹോമിക്കുന്നത്. ആ സോമയം ഋത്തിക്കുകളോട് പറയുകയാണ്, അതിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ സോമയാഗം നടത്തുന്നവരോട് പറയുകയാണ്, ആ തരത്തിൽ നിങ്ങൾ സോമനെ സജ്ജമാക്കിയെടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്നും അതിനെ നനയ്ക്കുകയും ചെയ്യുക. ഈ സോമത്തെ എല്ലാ ഭാഗത്തു നിന്നും എന്തിനെല്ലാം കൊണ്ട് നനക്കുന്നുണ്ട്? പാല് കൊണ്ട് നനക്കുന്നുണ്ട്, വെള്ളം കൊണ്ട് നനക്കുന്നുണ്ട്, പിന്നെ നെയ്യും മറ്റേ ഇതുവരെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അതിനെ പോഷിപ്പിച്ചിട്ടാണ് മുകളിലേക്ക് വിടുന്നത്. ഇനി 580. അതിൽ പറയുന്നത് ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഋത്തിക്കുകൾ. ഋത്തികൾക്ക് എന്താണ് വേണ്ടത്? അവരുടെ ആഗ്രഹം സാധിക്കണം. എന്താണ് ആഗ്രഹം? മഴ പെയ്യണം. അതിനുവേണ്ടി അവർ എന്തിനു ചെയ്യുന്നത്? മഴയെ കറന്നെടുക്കാൻ, ആകാശത്ത് നിന്നും മഴയെ കറന്നെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഋത്തിക്കുകൾ എന്തു ചെയ്യുന്നു? അതിനെ പ്രേരിപ്പിക്കുന്ന, ധാരാരൂപത്തിൽ പ്രവഹിക്കുന്ന ധനങ്ങളുടെ നാഥനായ സോമത്തെയാണ് പ്രേരിപ്പിച്ചയക്കുന്നത്. അപ്പോൾ ഋത്തിക്കുകൾക്ക് മഴ പെയ്യണം. അതിനെ ആരെയാണ് പ്രേരിപ്പിച്ചയക്കുന്നത്? സോമത്തെ. എങ്ങനെ?
മതപ്രേരകമായി, മതം അതായത് ആക്റ്റീവായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേഘങ്ങളെ പ്രേരിപ്പിക്കും, അത് മത്ത് പിടിക്കും, എന്നിട്ട് അവ തമ്മിൽ കൂടിച്ചേരും, ധാരയായിട്ട് അതങ്ങ് പ്രവഹിക്കും. പാത്രത്തിലേക്ക് അഗ്നിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് ധാരയായിട്ട് മുകളിലേക്കും ഉയരും. എന്നിട്ടാണ് നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നതും. നമുക്ക് അത് ധനം നൽകുന്ന നാഥനാണ്, ധനം നൽകുകയും ചെയ്യും ഈ സോമം. എങ്ങനെ? മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല കൃഷി ഉണ്ടാകും, നല്ല വിളവുണ്ടാകും, ധനം കിട്ടും. ഇനി 581. ഇവിടെ 581 എന്താണ് പറയുന്നത്? ധനം നൽകി തരുന്ന ഈ സോമനിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു, മഴയായിട്ട് പെയ്യുമ്പോൾ ധനം നേടിത്തരും. ധനം മാത്രമല്ല, പശുക്കളിൽ ക്ഷീരത്തെ ഉൽപ്പാദിപ്പിക്കും. നല്ലവണ്ണം മഴ പെയ്ത് കഴിഞ്ഞാൽ കൃഷി ഉണ്ടാകും, കൃഷി ഉണ്ടാകുമ്പോൾ പശുക്കളിൽ ക്ഷീരമെല്ലാം നല്ലവണ്ണം ഉണ്ടാകും. ഈ ക്ഷീരം തന്നെയാണ് എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്? സോമയാഗത്തിൽ ഉപയോഗിക്കുന്നത്. ഭൂമിയുടെയും മഹനീയമായ മനുഷ്യരുടെയും ഭൂമി എന്തായിത്തീരും? നല്ല മഹനീയമായി തീരും, നല്ല മഴ കിട്ടുമ്പോൾ. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാണ് സോമമാണ്. മനുഷ്യരുടെ ഇതിൻ്റെ ഫലാനുഭവിക്കുന്നത് മനുഷ്യരും കൂടിയാണ്. സോമയാഗം നടത്തിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് അതിന് ഫലം കിട്ടുന്നുണ്ട്, മഴ പെയ്യുന്ന രൂപത്തിൽ. അത് മനുഷ്യർക്ക് അനുഭവയോഗ്യമായി തീരുന്നു. ആർക്കെല്ലാം അനുഭവയോഗ്യമായി തീരുന്നു? മനുഷ്യർക്ക് മാത്രമല്ല, പശുക്കൾക്കും നല്ല പാല് കിട്ടും, ഭൂമി സമൃദ്ധമാകും. ഇത്തരത്തിലെല്ലാമുള്ള സോമത്തെ ഋത്തിക്കുകൾക്ക് അഭിമുഖമായിട്ട് നമ്മൾ കൊടുക്കുക. ഋത്തിക്കുകളാണ് അവിടെ സോമയാഗത്തിലേക്ക് ഒഴിക്കുന്നത്, അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. അവർക്ക് മറ്റുള്ളവരിങ്ങനെ അതിന് കെൽപ്പുള്ള സോമത്തെ തയ്യാറാക്കിയിട്ട് ഋത്തിക്കുകൾക്ക് അഭിമുഖമായിട്ട് നൽകുക. അവരതിനെ എടുത്തിട്ട് അഗ്നിയിൽ ഹോമിക്കും. ഇനി 582. ഇവിടെ പരിശുദ്ധമായിരിക്കുന്ന സോമ എന്ന് പറയുകയാണ്. പരിശുദ്ധമായ നല്ല നിലയിൽ പ്രിപ്പയർ ചെയ്ത സോമം മാത്രമേ, അതായത് ചെടികളിൽ നിന്നെടുത്ത് ശുദ്ധീകരിച്ച് പറയുന്ന തരത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ശുദ്ധമായി എടുക്കുന്ന സോമത്തോട് പറയുകയാണ്, നീ ദേവന്മാരുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇവിടെ വെച്ച് ആകാശത്തിൽ. ഇതിനെ സോമയാഗത്തിലൂടെ അയക്കുമ്പോൾ അവിടെയുള്ള ദേവന്മാരാരാണ്? ഇന്ദ്രനാണ് മേഘങ്ങളെ യോജിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് കർമ്മത്തിൻ്റെ പിന്നിലുള്ളത്? ഇന്ദ്രനാണ്. ഇന്ദ്രൻ ദേവതയാണ്. ഇന്ദ്രനെ മത്ത് പിടിപ്പിക്കും. അപ്പം ഇന്ദ്രന് പെട്ടെന്ന് മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റും, എന്നിട്ട് മഴയെ പെരുക്കാൻ പറ്റും. അപ്പം ദേവതകളെ എന്ത് ചെയ്യും? അവരെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ടോ, നീ ദേവകളെ അറിയുന്നവനാണ്, ആ ദേവകൾക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യമല്ല എനിക്ക് നല്ലോണം അറിയാം. നീ അവിടെ ചെല്ലുമ്പം നിന്നെ ഇന്ദ്രൻ ഉപയോഗിച്ചിട്ട് നല്ല മത്ത് പിടിച്ചിട്ട്, കാരണം അയനൈസ്ഡ് ഫോമിലാണ് അതുള്ളൂ. അയനൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ കള്ളാണ്. അതിൽ ഒരു ഘടകം OH ഗ്രൂപ്പാണ്, കള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ദ്രൻ കള്ളടിച്ച് എന്ന നിലയിലല്ല ഇവിടെ പറഞ്ഞു പോകാം. യഥാർത്ഥത്തിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇന്ദ്രന് പെട്ടെന്ന് മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റും, മഴ പെയ്യിപ്പിക്കാൻ. അങ്ങനെ വേഗത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഋത്തിക്കുകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് അയക്കുന്നത് ഈ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സമൃദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഈ ചാർജുള്ള കണങ്ങളാണ്. അപ്പോൾ ഈ ചാർജുള്ളതിനെ ഋത്തിക്കുകൾ അഗ്നിയിൽ ഉപയോഗിച്ചിട്ട് അയക്കുമ്പോൾ അത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ കൂടിച്ചേർന്ന് കഴിയും, ചിലതല്ല. അപ്പോൾ ശബ്ദമുണ്ടാക്കും. അതുകൊണ്ടാണ് ഋത്തിക്കുകൾ വേഗത്തിൽ ശബ്ദമുണ്ടാക്കുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കുന്നു, അയക്കുന്നു മുകളിലേക്ക്. ഋത്തിക്കുകളാണ് അഗ്നിയിൽ ഹോമിച്ചിട്ട് മുകളിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതെന്താവും? ചിലപ്പോൾ ഈ ചാർജുള്ളത് കൂടിച്ചേരും. അപ്പോൾ കൂടിച്ചേരുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലഗിൽ, സോക്കറ്റിൽ പ്ലഗ് കുത്തുമ്പോൾ ടച്ച് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ ചിലപ്പോൾ സ്പാർക്കെല്ലാം കാണാം. അതുപോലെ ചാർജ് കൂടിച്ചേരുമ്പോൾ അപ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. ഇനി 583. ഇപ്പോൾ അരിച്ചെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. നല്ല സന്തോഷത്തോടുകൂടിയും ആനന്ദം നൽകുന്ന ജലപ്രവാഹം പോലെ, ജലപ്രവാഹം നല്ല സന്തോഷത്തോടുകൂടി കുത്തിയടിച്ചു പോകുന്ന ഗംഗാ നദിയല്ലോ ഇല്ലേ, അതേപോലെ എല്ലായിടവും ക്രീഡിച്ചുകൊണ്ട്
ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഈ കൂടിച്ചേരുമ്പോഴുള്ള ശബ്ദമുണ്ട്. അതുകൊണ്ട് ശബ്ദിച്ചുകൊണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത് ശബ്ദങ്ങൾ കേൾക്കാം. ആ സോമം രോമത്തിലൂടെ പവിത്രീകരിക്കുമ്പോൾ, അപ്പം രോമമുള്ള തോലിലൂടെയാണ് ഇതിനെ അരിച്ചെടുക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ അത് ധാരധാരയായിട്ട് പാത്രത്തിലേക്ക് വിടുന്നു. ഇത് അരിച്ചെടുക്കുന്നതിനെ പറ്റി പറയുകയാണ്. അരിച്ചെടുക്കുമ്പോഴാണത് വിഘടിച്ചിട്ട് പാത്രത്തിൽ വീഴുന്നത്. വെള്ളത്തോടു കൂടിയെല്ലാം ചേർത്തിട്ടാണ് അരിക്കുന്നത്. ഇനി 584 പറയുകയാണ്, ഈ സോമമാണ് അന്തരീക്ഷത്തിൽ നിന്ന് മേഘങ്ങളെയെല്ലാം കൂടിച്ചേരാൻ പ്രേരിപ്പിച്ചിട്ട് വർഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോലി എന്താണ്? അഗ്നിയിൽ അർപ്പിച്ചിട്ട് അയക്കുന്ന ആ അയനൈസ്ഡ് ചെയ്ത സോമങ്ങൾക്കുള്ള ജോലി എന്താണ്? അന്തരീക്ഷത്തിൽ വേറിട്ട് നിൽക്കുന്ന മേഘങ്ങളെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യ്ക്കുകയാണ് ജോലി. എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ നിലയിൽ വേറൊരു ഉദാഹരണത്തിൽ അയനൈസ്ഡ് ചാർജ് നടുവിലുണ്ടാകുമ്പോൾ വേഗം കറണ്ട് പാസ് ചെയ്യും, ചാർജുകൾ പാസ് ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു പാത്രത്തിൽ നല്ല ശുദ്ധമായ 100% ശുദ്ധമായ വെള്ളം എടുത്തിട്ട് 2 കമ്പി കടത്തിട്ട് ബാറ്ററി പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകില്ല. കാരണം അത് അയനൈസ്ഡ് അല്ല, നടുവിലുള്ള ജലം അയനൈസ്ഡ് അല്ല. എന്നാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് അയനൈസ്ഡ് ആണ്. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്യും. അയനൈസ്ഡ് നടുവിലുണ്ടായാൽ ഇത് തമ്മിൽ പാസ് ചെയ്യും. അതുപോലെ മേഘങ്ങൾ രണ്ടായിട്ട് നിൽക്കുകയാണ്. നടുവിലുള്ള എയർ അയനൈസ്ഡ് അല്ല. ഈ സോമത്തെ അവിടത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ നടുവിൽ അയനൈസ്ഡ് വരും, ഇവ തമ്മിൽ കൂടിച്ചേരും. അപ്പോൾ സോമമാണ് അന്തരീക്ഷത്തിൽ മേഘത്തെ പ്രേരിപ്പിച്ച് മഴ പെയ്യിക്കുന്നത്. അത് അക്രമകാരികളായ അസുരന്മാർ തട്ടിയെടുത്ത കുതിരകളെയും പശുക്കളെയും എല്ലാം കാണാൻ പാകത്തിലാക്കുന്നു. അപ്പോൾ ഈ മേഘങ്ങളെ കൂടിച്ചേരാൻ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനാണ് അസുരന്മാർ എന്ന് പറയുന്നത്, വൃത്രാസുരന്മാർ എന്ന് പറയുന്നത്. അത് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ദ്രൻ ഇവനെ കൂട്ടിച്ചേർക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇന്ദ്രന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ചില കാലങ്ങളിൽ മേഘം ഉണ്ടെങ്കിലും മഴ പെയ്യാതെ. അതിനെ കൃത്രിമമായിട്ട് പെയ്യിക്കണ്ടെങ്കിൽ ഇന്ദ്രൻ അവിടെ പെയ്യിക്കാൻ നോക്കുന്നുണ്ട്, ഇന്ദ്രന് പറ്റുന്നില്ല. അപ്പോൾ അസുരന്മാർ ഇന്ദ്രൻ്റെ എതിരെ അതിനെ എതിർക്കുന്ന ശക്തി, അതിനാണ് വൃത്രാസുരൻ അസുരൻ എന്നെല്ലാം പറയുന്നത്. ആ അസുരന്മാരെ എന്താക്കും? ഇല്ലാതാക്കിയിട്ട് നമുക്ക് എന്ത് തരും? അവർ തട്ടിയെടുത്ത കുതിരകളെയും പശുക്കളെയും കാണാൻ പാകത്തിലാക്കുന്നു. കുതിരകൾ എന്ന് പറഞ്ഞാൽ ഹോസ് പവർ, കുതിരശക്തി. അവിടെ ശക്തി കേൾക്കും. എങ്ങനെയാണ് ശക്തി കേൾക്കുന്നത്? ഇത് പിന്നെ കൂടിച്ചേരുമ്പോഴാണ് ഇടി ശബ്ദം കേൾക്കുന്നു. ശബ്ദം, കുതിരശക്തി, ഊർജം അവിടുന്ന് പ്രകടമാകും മിന്നലെല്ലായിട്ട്. പശുക്കൾ എന്ന് പറഞ്ഞാൽ ഈ കൂടിച്ചേരുന്ന സാധനങ്ങൾ എന്താണ്? ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾക്കാണ് എന്ത് പറയുന്നത്? പശുക്കൾ എന്ന് പറയുന്നത്. പലതിനും പശു എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഭൂമിയും പശുവാണ്, പല അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണുകൾ പ്രകടമാകും. വൈദ്യുതി കാങ്കോടുന്ന് നമുക്ക് കാണാം ആകാശത്തിൽ മിന്നൽ, അത് വൈദ്യുതിയാണ്. അത് തന്നെയാണ് ബലമായിട്ട് കാണുന്നത്, ശക്തിയിൽ ഭൂമിയിൽ വരുന്ന. അപ്പം കുതിരകളാണ്, ഹോസ് പവർ, ശക്തിയാണ്. അപ്പം നമുക്കതിനെ കാണാൻ പറ്റുന്നു. ശത്രുക്കളെ നമ്മെ നശിപ്പിക്കാനുള്ള നിന്റെ കഴിവ് ഭയങ്കരമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മഴയെ പെയ്യാൻ തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെ നശിപ്പിച്ചാൽ. അങ്ങനെ നമ്മൾ പവമാന പർവ്വവും കഴിഞ്ഞു. ഇനി ആരണ്യക പർവ്വതത്തിലേക്ക് അടുത്ത ക്ലാസ് മുതൽ